എല്ലാവർക്കും നമസ്തേ. കുട്ടികളുടെ ബാഗുകൾ പരിശോധിക്കരുതെന്ന ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശം പിൻവലിക്കണം എന്ന് നമ്മുടെ സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിൽ നടന്ന മൂവാറ്റുപുഴ YMCA സംഘടിപ്പിച്ച തൂഫാൻ വിരുദ്ധ, അതായത് ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ ബാലാവകാശ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ഈ ബാലാവകാശ കമ്മീഷൻ്റെ ആ ഒരു നിർദ്ദേശത്തിൻ്റെ ആവശ്യം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കുക. കുട്ടികളെ മാതാപിതാക്കൾക്ക് അവരുടെ തെറ്റുകൾക്ക് ശിക്ഷിക്കാനോ, മാതാപിതാക്കൾക്ക് തന്നെയല്ല അധ്യാപകർക്കും കുട്ടികളുടെ തെറ്റുകളിൽ അവരെ വഴക്ക് പറയാനും ശിക്ഷിക്കാനും അവരെ നേർവഴിക്ക് നയിക്കാനും പാടില്ല എന്നുള്ളതും ബാലാവകാശ കമ്മീഷൻ്റെ നേരത്തെയുള്ള ഒരു നിർദ്ദേശമായിരുന്നു. അവരെ ശിക്ഷിക്കരുത്. ഇപ്പോൾ പറയുന്നു ബാഗുകൾ പരിശോധിക്കരുത്. ഈ കുട്ടികൾ മയക്കുമരുന്ന് ബാഗുകളിനകത്ത് സൂക്ഷിച്ചാൽ, ആ ബാഗ് പരിശോധിച്ചാലല്ലേ അത് കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ. ഇത് പാടില്ല എന്ന് പറയാൻ ഈ ബാലാവകാശ കമ്മീഷന് അധികാരമാണുള്ളത്? കാരണം ഈ കുട്ടികളെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്, അവരെ വളർത്തുന്നത് മാതാപിതാക്കളാണ്. മാതാപിതാക്കളുടെ അവകാശമാണ് കുട്ടികളെ നേർവഴിക്ക് നയിക്കുക, ശിക്ഷിക്കുക. അതുപോലെ തന്നെയാണ് അധ്യാപകർ കുട്ടികളെ ഇതേപോലെ നേർവഴിക്ക് നയിക്കാനുള്ള ഒരു കടമയാണ്. അവർക്ക് വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ അവരെ നേർവഴിക്ക് നയിക്കാനുള്ള കടമയും അവകാശവും അധ്യാപകർക്കുമുണ്ട്. ഇതൊന്നും പാടില്ല എന്ന് പറയാൻ ബാലാവകാശ കമ്മീഷൻ എന്തധികാരം? സ്വന്തം മക്കളെ വളർത്തുന്ന അധ്യാപകർക്ക് അവരുടെ ബാഗ് പരിശോധിക്കാനോ അവരെ ശിക്ഷിക്കാനോ അധികാരം ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് തീർത്തും എന്താണ്, നമ്മൾ സംസ്കാരശൂന്യമായ നിലപാട് തന്നെയാണ് ബാലാവകാശ കമ്മീഷൻ്റേത്. സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ കുട്ടികൾ വഴിപിഴച്ച് പോകാൻ ഏക കാരണം ഈ ബാലാവകാശ കമ്മീഷൻ തന്നെയാണ്. അത് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഈ ബാലാവകാശ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റുകാരെയാണ് അവരുടെ ഭരണ സമയത്ത് ഇത്തരം സ്ഥാനങ്ങളിലെല്ലാം കൊണ്ടുവരുന്നത്. അവരിങ്ങനെ നിർദ്ദേശം കൊടുക്കുന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകളുടെ ആവശ്യമാണ് സമൂഹത്തിൽ നിന്ന് ഈ നന്മ തൂത്തെറിയുക എന്നുള്ളത്. എങ്കിൽ മാത്രമേ അവർക്ക് വളരാൻ കഴിയുകയുള്ളൂ, കമ്മ്യൂണിസം വളരാൻ കഴിയുകയുള്ളൂ. നന്മയുള്ള മനസ്സാണ് കേരളത്തിൽ വളർന്നു വരുന്നത് എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസത്തിന് അവിടെ സ്ഥാനമില്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഇത്തരം വിദ്വാൻമാർ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത്. ഇതേപോലുള്ള കമ്മീഷനുകളുടെ എല്ലാം, വനിതാ കമ്മീഷനായാലും ബാലാവകാശ കമ്മീഷനായാലും മനുഷ്യാവകാശ കമ്മീഷനായാലും എല്ലാം ഓരോ കാലത്ത് ഭരിക്കുന്ന ഭരണക്കാരുടെ ആൾക്കാരെയാണ്, നേതാക്കളെ അതുപോലുള്ളവരെയാണ് അവർ ആയിട്ട് നിയമിക്കുന്നത്. അല്ലാതെ ഒരു ജഡ്ജിമാരെയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ സമൂഹത്തിലെ ഈ നിഷ്പക്ഷമതികളെ ഒരിക്കലും ഒരു കമ്മീഷനിൽ വയ്ക്കാറില്ല. അങ്ങനെയുള്ളവർ ഇത്തരം നിർദ്ദേശങ്ങൾ കൊടുത്താൽ അത് മാനിക്കാൻ ഒരിക്കലും അധ്യാപകരോ മാതാപിതാക്കളോ തയ്യാറാകരുത്. എന്നാൽ അടുത്ത കാലത്ത് നമ്മുടെ ഹൈക്കോടതി ഒരു ഉത്തരവിട്ടു. അവരുടെ വിധി ഉണ്ടായിരുന്നു, കുട്ടികളെ തെറ്റുകൾക്ക് അധ്യാപകർ ശിക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, ശിക്ഷിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ശിക്ഷ ക്രൂരമാകരുത്. അധ്യാപകർ വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്നത് അമിതവും ക്രൂരവുമായാൽ മാത്രമേ നമ്മൾ എതിർക്കേണ്ടതുള്ളൂ. കാരണം ഈ ശിക്ഷ ഭയന്നെങ്കിലും കുട്ടികൾ തെറ്റുകളിൽ നിന്ന് ഏറെ മാറി നിൽക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.
അധ്യാപകർ ശിക്ഷിച്ചാൽ ഉടനെ വിദ്യാർത്ഥി ആരോടെങ്കിലും പറഞ്ഞ ഉടനെ കേസ്, മാതാപിതാക്കൾ ശിക്ഷിച്ചാൽ അത് അറിഞ്ഞാൽ പോലീസ് കേസ്, കോടതി. ഇത് എവിടുത്തെ നിയമവും ആണിത്? ഇത് തികച്ചും കാടൻ നിയമം തന്നെയാണ്. കമ്മ്യൂണിസ്റ്റുകൾ ഏതൊക്കെ രീതിയിൽ സമൂഹത്തിനെ ഇതേപോലുള്ള സ്ഥാപനങ്ങളെ ദുഷിപ്പിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഫലമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിൻ്റെ അമിതമായ വ്യാപനം. നമ്മൾക്കറിയാം, ഞാൻ മുമ്പ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റുകളുടെ ആവശ്യമാണ് നൈതികത നമ്മളുടെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടത്, നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടത്. എങ്കിൽ മാത്രമേ അവർക്ക് വളർന്നു വരാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയാണ് അവർ ഒരു വിദേശിയായ ചെഗുവേരയെ പ്രതീകമായി ഉയർത്തിക്കൊണ്ടുവരുന്നത്. എപ്പോഴും ചുണ്ടത്തൊരു ചുരുട്ടുമായി നടക്കുന്ന ചെഗുവേരയെ യുവാക്കളുടെ ഉള്ളിൽ, വിദ്യാർത്ഥികളുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കാനാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടി യുവാക്കളെ ഇതൊന്നും തെറ്റല്ല എന്ന് ബോധ്യപ്പെടുത്തി അവരെ ഈ തെറ്റിൻ്റെ വഴിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് CPMൻ്റെ ലക്ഷ്യം. 10 വർഷം പിണറായി വിജയൻ ഭരിച്ച സമയത്ത് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഈ മയക്കുമരുന്നിൻ്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട് പിടിച്ചിട്ടുള്ളൂ. അതും അബദ്ധത്തിൽ തന്നെയല്ല, അവർക്ക് ആവശ്യവും ഈ മയക്കുമരുന്ന് ലഹരി ഉപയോഗിച്ച് ഈ യുവതലമുറ ചിന്താശേഷി നഷ്ടപ്പെട്ട് ഈ രാജ്യത്തിന് തന്നെ അവരെ ഒരു പ്രയോജനവും ഇല്ലാത്തവരാക്കി തീർക്കുക എന്നുള്ള CPMൻ്റെ ആ ലക്ഷ്യം തന്നെ അവർ ഇത്തരം നടപടികളിലൂടെയായിരുന്നു അവർ നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിന് വിരുദ്ധമായി ഇപ്പോൾ രമേശ് ചെന്നിത്തല, പുതിയ UDF സർക്കാരിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം. രമേശ് ചെന്നിത്തലയുടെ നടപടികൾ വളരെയേറെ ഫലം കണ്ടു തുടങ്ങി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിരവധി മയക്കുമരുന്ന് കച്ചവടക്കാരെ പിടിച്ചു. ഇതിൻ്റെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ പ്രത്യേക സംഘത്തിനെ തന്നെ നിയോഗിച്ചു. അതൊക്കെ നമ്മൾ എല്ലാ ജനങ്ങളും അതിനെ പിന്തുണയ്ക്കേണ്ടത് ഈ നാടിൻ്റെ, നമ്മുടെ കേരളത്തിൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെ തന്നെ വളരെയേറെ ആവശ്യമായി തീർന്നിരിക്കുകയാണ്. കാരണം നമ്മുടെ ഈ രാജ്യത്തിന് മുതൽക്കൂട്ടാകേണ്ടവരാണ് ഈ യുവജനങ്ങൾ. അവർ ലഹരിക്ക് അടിമയായി, മയക്കുമരുന്നിന് അടിമയായി നശിച്ചു പോയാൽ അതിൻ്റെ നഷ്ടം തീർച്ചയായും രാജ്യത്തിന് തന്നെയാണ്. നമ്മൾ ഈ അടുത്ത സമയത്ത് വാർത്താ ചാനലുകളിൽ കണ്ടതാണ്, ചില കൊച്ചു കുട്ടികളെന്ന് തന്നെ പറയാം, യുവാക്കളും യുവതികളും ലഹരിക്ക് അടിമയായി നാട്ടുകാരോട് പ്രശ്നം ഉണ്ടാക്കുന്ന, അവരെ വിളിക്കുന്ന തെറിയും അക്രമാസക്തരായിട്ട് നാട്ടുകാരെ ഉപദ്രവിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. 3-4 ദിവസം മുമ്പ് പോലീസിനെ വരെ ആക്രമിച്ചു. അതിനകത്ത് 3 യുവതികളും 2 യുവാക്കളും ഉണ്ടായിരുന്ന ആ സംഘത്തിൽ. ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ദുഷിച്ച പ്രവൃത്തികളാണ് ഈ മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള യുവജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിനെ തടയേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. ഒപ്പം തന്നെ ഈ ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു കമ്മീഷൻ തന്നെ വേണോ എന്നുള്ള കാര്യത്തിലും നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. കാരണം ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു നിയമപ്രകാരമുള്ള ഒരു സ്ഥാപനം സ്ഥാപിച്ചിട്ട് അതിൽ കൂടി ഈ ബാലാവകാശത്തിന് വിരുദ്ധമായിട്ട് ഈ ബാല്യത്തെ നമ്മൾ നേർവഴിക്ക് നയിക്കേണ്ട കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങളും നടപടികളുമാണ് അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾ കുട്ടികളുടെ ബാഗ് പരിശോധിക്കരുത്, അല്ലെ അധ്യാപകർ ബാഗ് പരിശോധിക്കരുത് എന്ന് പറയാൻ ഇവർക്ക് ലജ്ജയില്ലാതെ പോയതാണ് നമ്മൾ വളരെയേറെ ഈ ലാഘവത്തോട് ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. ഈ നിലപാട് മാതാപിതാക്കളും അധ്യാപകരും മാറ്റിവയ്ക്കണം. അത് പുല്ല് വില നൽകി തള്ളിക്കളയണം. അതാണ് വേണ്ടത്. തങ്ങളുടെ മക്കൾ
എങ്ങനെ പോകുന്നു എന്ന് തീരുമാനിക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ്. അവരെ നേർവഴിക്ക് നയിക്കാൻ അധ്യാപകർക്ക് എല്ലാവിധ പിന്തുണയും നൽകേണ്ടതും മാതാപിതാക്കളാണ്. അവർ ആ കടമ നിർവഹിക്കണം. ബാലാവകാശ കമ്മീഷനോട് പറയുക, ഇങ്ങനെ നിർദ്ദേശം നൽകുന്ന ബാലാവകാശ കമ്മീഷനോട് മാതാപിതാക്കൾ പറയാൻ തയ്യാറാകണം. എന്താണ് പറയേണ്ടത്? ഞങ്ങളുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തേണ്ടത് ഞങ്ങളുടെ കടമയാണ്, ഞങ്ങളുടെ ആവശ്യവുമാണ്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഏത് രീതിയിൽ വളർത്തിക്കോളൂ. നിങ്ങളുടെ മക്കൾ ബാഗിനകത്തിൽ മയക്കുമരുന്ന് കൊണ്ട് നടക്കൂ, എന്തു വേണമെങ്കിലും ചെയ്തുകൊള്ളൂ, അത് നിങ്ങളതിനെ പ്രോത്സാഹിപ്പിച്ചുകൊള്ളൂ. പക്ഷേ ഞങ്ങളുടെ മക്കളുടെ നല്ല രീതിയിൽ തന്നെ വളർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് എന്ന് ബാലാവകാശ കമ്മീഷനോട് പറയാൻ മാതാപിതാക്കൾ തയ്യാറായാൽ മാത്രമേ ഇത്തരം സാമൂഹ്യ വിരുദ്ധ അല്ലെങ്കിൽ ദേശവിരുദ്ധ നടപടികളിൽ നിന്ന് ഇത്തരം കമ്മീഷനുകൾ പിന്മാറുകയുള്ളൂ. അവരെ സമൂഹം ഒന്നടങ്കം ബഹിഷ്കരിക്കുകയാണ് വേണ്ടത്. അത്തരക്കാർക്ക് ഒരു ബഹുമാന്യതയും കൊടുക്കാതിരിക്കാനാണ് സമൂഹം ശ്രമിക്കേണ്ടത്. ഇങ്ങനെ ഈ സാമൂഹ്യ വിരുദ്ധ ബാല്യങ്ങളെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്ന ഇത്തരം ബാലാവകാശ കമ്മീഷനാകട്ടെ, മനുഷ്യാവകാശ കമ്മീഷനാകട്ടെ, യുവജന കമ്മീഷനാകട്ടെ, ഏതൊരു കമ്മീഷനാണെങ്കിലും അവരെ സമൂഹം ഒറ്റപ്പെടുത്തി അവരെ ശരിയായ നിലയിലേക്ക് നടപടികളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് സമൂഹം നടത്തേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിലെ ബാല്യങ്ങൾ അല്ലെങ്കിൽ യുവജനങ്ങൾ അല്ലെങ്കിൽ മനുഷ്യ സമൂഹം നന്നാവുകയുള്ളൂ, നേർവഴിക്ക് വരികയുള്ളൂ എന്നുള്ള കാര്യം ഓരോ മാതാപിതാക്കൾ തന്നെയല്ല, രാഷ്ട്രീയക്കാരും, അത് കമ്മ്യൂണിസ്റ്റുകൾ അതിന് തയ്യാറാകുകയില്ല. മറ്റ് രാഷ്ട്രീയക്കാർ, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ സമൂഹത്തെ സ്നേഹിക്കുന്ന, സമൂഹത്തിൽ നന്മ വിരിയണം, നന്മ വളരണം എന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചിന്തിക്കണം. ചിന്തിച്ചാൽ മാത്രം പോരാ, അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തേണ്ടത്. കമ്മ്യൂണിസ്റ്റുകളുടെ ഇത്തരം സാമൂഹ്യ വിരുദ്ധ നടപടികളെ തോൽപ്പിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർന്നു വരാനും രാജ്യത്തിനും ഈ സമൂഹത്തിനും നന്മ ചൊരിയുന്ന വ്യക്തികളായി വളർത്താനുമാണ് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കേണ്ടത്. അത് അവരുടെ ഉത്തരവാദിത്വവും അവരുടെ കടമയുമാണ്. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്കായി നിങ്ങൾ സഹായിക്കുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും അമർത്തി ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അതും കമൻറ്റ് ചെയ്യുക.